വെൽക്കം ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ ഫ്രേസൽ വെർബ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കേരള സ്റ്റേറ്റ് SSLC ഇംഗ്ലീഷ് എക്സാമിൽ 2019 മുതൽ 2023 വരെ ഫ്രേസൽ വെർബ്സ് എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് ചോദിച്ചേക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ ഫ്രേസൽ വെർബ്സ് എന്താണെന്ന്, അതായത് ഏതൊക്കെ ഫ്രേസൽ വെർബ്സ് ആയിരുന്നു ചോദിച്ചേക്കുന്നതെന്ന് നോക്കും. എന്നിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസും കൂടി അത് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ ലാസ്റ്റ് ചോദിച്ചേക്കുന്ന എക്സാമിൽ നിന്ന് നമുക്ക് തുടങ്ങാം. SSLC 2023 ചോദിച്ച ക്വസ്റ്റ്യൻസ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഏതൊക്കെ ഫ്രേസൽ വെർബ്സ് ആയിരുന്നു? ഗിവ് അപ്പ്, സ്റ്റോപ്പ് മേക്കിംഗ് ആൻ എഫേർട്ട് ഓർ അബാൻഡൺ. നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഗിവ് അപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എഫേർട്ട് ഇടുന്നത് നിർത്തുന്നു. ഓ മതിയായി, ഞാനിതിനില്ല, എനിക്ക് മടുത്തു എന്നൊക്കെ പറയില്ലേ? യെസ്, അതിനെയാണ് ഗിവ് അപ്പ് എന്ന് പറയുക. സ്റ്റോപ്പ് മേക്കിംഗ് ആൻ എഫേർട്ട് ഓർ അബാൻഡൺ. നമ്മൾ നിർത്തി, നമ്മൾ പിന്നെ ഇത് വിട്ടു. യെസ്, അതിനെയാണ് ഗിവ് അപ്പ് എന്ന് പറയാം. നമ്മൾ പല സ്ഥലങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും നെവർ ഗിവ് അപ്പ്, കീപ് ട്രൈയിങ് എന്നൊക്കെ കേൾക്കുമല്ലേ? അതായത് നമ്മൾ വിട്ട് കൊടുക്കരുത്, ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ അവിടെയൊക്കെ യൂസ് ചെയ്യാറുള്ളൊരു ഫ്രേസൽ വേർബാണത്, ഗിവ് അപ്പ് എന്നുള്ളത്. സോ അതാണ് ഫസ്റ്റ് വൺ. നെക്സ്റ്റ് വൺ നോക്കാം. പുട്ട് എക്രോസ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പുട്ട് എക്രോസ് മീനിങ് കമ്മ്യൂണിക്കേറ്റ് ഓർ കൺവേ. നമ്മളൊരു കാര്യം വേറൊരാളോട് പറയുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് കൺവേ ചെയ്യുന്നു, ഓർ എക്സ്പ്ലെയിൻ അല്ലേ? നമുക്കൊരു പറയാനുള്ളൊരു കാര്യം വേറെ ആളോട് പറഞ്ഞു, അതിനെയാണ് പുട്ട് എക്രോസ് എന്ന് പറയുന്നത്. അടുത്തത് നോക്കാം. ടേക്കൺ അബാക്ക്. ടേക്കൺ അബാക്ക് മീനിങ് ബി ഷോക്ക്ഡ് ഓർ ആസ്റ്റോണിഷ്ഡ്. നമ്മൾ അധികം കേട്ടിട്ടില്ലാത്തൊരു ഫ്രേസൽ വേർബാണിത്, ടേക്കൺ അബാക്ക് എന്നുള്ളത്. പെട്ടെന്ന് കണക്ട് ചെയ്യാനും പറ്റില്ലാത്തതാണ്, അത് ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണത്. നമ്മൾ പെട്ടെന്ന് സർപ്രൈസ്ഡ് ആവുക, ഒരു കാര്യം പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് ഷോക്കാവുന്നു, സർപ്രൈസ് ആവുന്നു. അപ്പോൾ ഇതിനെയാണ് ടേക്കൺ അബാക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, വെരി ഇമ്പോർട്ടൻറ്റ്. SSLC എക്സാമിൽ ഇംഗ്ലീഷ് ഫ്രേസൽ വെർബ്സ് എന്ന് എപ്പോഴും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് പുട്ട് അപ്പ് വിത്ത്. പുട്ട് അപ്പ് വിത്ത് മീനിങ് ടോളറേറ്റ്, അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ് എന്നൊക്കെ പറയും. എനിക്കിത് പറ്റുന്നില്ല സഹിക്കാൻ, ഓക്കെ, അവിടെയാണ് പുട്ട് അപ്പ് വിത്ത് എന്ന് പറയുന്ന ഫ്രേസൽ വെർബ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പുട്ട് അപ്പ് വിത്ത്. അപ്പോൾ എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫ്രേസൽ വെർബാണ് പുട്ട് അപ്പ് വിത്ത്. എന്തായാലും പഠിച്ചേ പറ്റൂ. ഓക്കെ, നമുക്ക് 2023 ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, ഈ പറഞ്ഞ ഫ്രേസൽ വെർബ്സ് എങ്ങനെയാണ് അപ്ലൈ ചെയ്തേക്കുന്നതെന്ന് നോക്കാം. മാർത്ത കുഡ് നോട്ട് പുട്ട് അപ്പ് വിത്ത് ദ ഡിസിഷൻ ഓഫ് ബോർഡ്. മാർത്തയ്ക്ക് ബോർഡ് എടുത്ത തീരുമാനം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, ഓർ ടോളറേറ്റ് ചെയ്യാൻ പറ്റിയില്ല. കണ്ടോ, അതാണ് പുട്ട് അപ്പ് വിത്ത്. പുട്ട് അപ്പ് വിത്ത് എന്ന് ഇവിടെ ടോളറേറ്റ് എന്ന് പറയാം, കുറച്ചുകൂടി ഒന്ന് കണക്റ്റ് ആവാനായിട്ട് അഡ്ജസ്റ്റ് എന്നുള്ളൊരു സെൻസിലും കൂടി എടുക്കുക അല്ലേ? അന്ന് ബോർഡ് ഡിസൈഡ് ചെയ്ത കാര്യം മാർത്തയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ മാർത്ത കുഡ് നോട്ട് പുട്ട് അപ്പ് വിത്ത് ദ ഡിസിഷൻ ഓഫ് ബോർഡ്. പുട്ട് അപ്പ് വിത്ത്, ടോളറേറ്റ് ഓർ ടു അഡ്ജസ്റ്റ്. അപ്പോൾ മാർത്തയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, അതങ്ങോട്ടേക്ക് എന്താ പറയുക, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, സഹിക്കാൻ പറ്റിയില്ല എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ്. അടുത്ത് നോക്കാം. ബട്ട് ഷി വാസ് നോട്ട് റെഡി ടു ഗിവ് അപ്പ് ഹെർ ഹോപ്സ് ടു വിൻ ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. പക്ഷേ മാർത്ത അത് വിട്ടുകൊടുക്കാൻ, ഗിവ് അപ്പ് ചെയ്യാൻ റെഡി ആയിരുന്നില്ല. പ്രതീക്ഷകളെല്ലാം വിട്ടുകൊടുക്കാൻ മാർത്ത റെഡി ആയിരുന്നില്ല. അവിടെയാണ് ഗിവ് അപ്പ് എന്ന് പറയുന്ന ഫ്രേസൽ വെർബ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ടോട്ടലി ഫിയർലെസ് മാർത്ത പുട്ട് അക്രോസ് ഹെർ തോട്ട്സ് ടു ദ പ്രിൻസിപ്പാൾ. അപ്പോൾ പേടിയില്ലാതിരുന്നു, ആ സമയത്തൊരു പേടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ മാർത്ത എന്ത് ചെയ്തു? കാര്യങ്ങളെല്ലാം പ്രിൻസിപ്പാളിനോട് പറഞ്ഞു, കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, കൺവേ ചെയ്തു, എക്സ്പ്ലെയിൻ ചെയ്തു. അതാണ് പുട്ട് അക്രോസ് എന്ന് പറയുന്നത് അല്ലേ? മാർത്ത ഇവിടെ കാര്യങ്ങളെല്ലാം പ്രിൻസിപ്പാളിനോട് പറഞ്ഞു എന്ന് പറയാനാണ് പുട്ട് അക്രോസ് എന്ന് പറയുന്ന ഫ്രേസൽ വെർബ് യൂസ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് വൺ നോക്കാം. ദ പ്രിൻസിപ്പാൾ വാസ് ടേക്കൻ അബാക്ക് ബൈ മാർത്താസ് റെസ്പോൺസ് ആൻഡ് ഫൈനലി ചേഞ്ച്ഡ് ഹിസ് ഡിസിഷൻ. പ്രിൻസിപ്പാൾ എന്താ ചെയ്തത്? പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ എന്തായിരുന്നു? ഷോക്ക്ഡായി ഓർ സർപ്രൈസ്ഡായി അല്ലേ? അവിടെയാണ് ടേക്കൻ അബാക്ക് എന്ന് പറയുക. ദ പ്രിൻസിപ്പാൾ വാസ് ടേക്കൻ അബാക്ക് ബൈ മാർത്താസ് റെസ്പോൺസ് ആൻഡ് ഫൈനലി ചേഞ്ച്ഡ് ഹിസ് ഡിസിഷൻ. എന്നിട്ടോ മാർത്തയുടെ ആ ഒരു അങ്ങനെയുള്ളൊരു മാർത്ത പറഞ്ഞ കാര്യം കേട്ടിട്ട് പെട്ടെന്ന് പ്രിൻസിപ്പാൾ ഷോക്ക്ഡായി, എന്നിട്ട്
അദ്ദേഹത്തിൻ്റെ ഡെസിഷൻ ചേഞ്ച് ചെയ്തു അല്ലേ. അപ്പോൾ ഇവിടെയാണ് ടേക്കൻ ബാക്ക് എന്ന് പറയുന്ന ഫ്രേസൽ വെബ് വരിക. അപ്പോൾ ഇത്രയാണ് 2023 ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടെ വേണമെങ്കിൽ ആ ഫസ്റ്റ് സ്ലൈഡ് ഒന്ന് കാണാം, എന്നിട്ട് പിന്നെ ഇതൊന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ കറക്റ്റ് മീനിങ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പുട്ട് അപ്പ് വിത്ത് ആണ്. കാരണം അത് ഇനി റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് കാണാട്ടോ. നമ്മളിപ്പോൾ 2019 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്, SSLC ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 2015 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അവൈലബിൾ ആണ്. അപ്പോൾ അതിലും റിപ്പീറ്റഡ് ആയിട്ട് ഇത് വന്നേക്കുന്നതാണ്. അപ്പോൾ ഇതിലിപ്പോൾ എത്ര ക്വസ്റ്റ്യൻസിലുണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് നോക്കുക എത്ര എണ്ണത്തിൽ ഇത് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്തത് നമുക്ക് നോക്കാം. SSLC 2022 ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ലേ ഡൗൺ മീനിങ് ടു പുട്ട് സംതിങ് ഡൗൺ, ഗെറ്റ് ഇൻ ടു എ ബെഡ് ഫോർ സ്ലീപ്പിംഗ്. ഇതൊക്കെയാണ് ലേ ഡൗൺ എന്ന് പറഞ്ഞാൽ അല്ലേ. അതായത് എന്തെങ്കിലും താഴെ വയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ കിടക്കുക, ഉറങ്ങാൻ വേണ്ടി ബെഡിൽ കിടക്കുന്നു. യെസ്, ഇതിനെയൊക്കെയാണ് ലേ ഡൗൺ എന്ന് പറയാം. നെക്സ്റ്റ് വൺ ഗെറ്റ് അപ്പ്. ഗെറ്റ് അപ്പ് മീനിങ് റൈസ് ഫ്രം ബെഡ് ആഫ്റ്റർ സ്ലീപ്പ്. ഉറങ്ങി നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേക്കുന്നത്, അതായത് കിടന്നിരുന്നിടത്ത സ്ഥലത്തു നിന്ന് എഴുന്നേറ്റ് പോണതിനെയാണ് ഗെറ്റ് അപ്പ് എന്ന് പറയുക. ഇനി വേറൊരെണ്ണമാണ് വേക്കപ്പ്. വേക്കപ്പ് മീനിങ് ഉറക്കത്തിൽ നിന്ന് കണ്ണ് തുറക്കില്ലേ, എഴുന്നേൽക്കാനായിട്ട് ആ കണ്ണ് തുറക്കില്ലേ, കണ്ണ് തുറക്കുന്നതിനെ വേക്കപ്പ് എന്നും ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നതിനെ ഗെറ്റ് അപ്പ് എന്നും പറയും. അപ്പോൾ അത് രണ്ടൊന്ന് മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് വേണ്ടത് ഗെറ്റ് അപ്പ് ആണ്. റൈസ് ഫ്രം ബെഡ് ആഫ്റ്റർ സ്ലീപ്പ്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ബെഡിൽ നിന്നും എഴുന്നേൽക്കുന്നു. ഓക്കെ, അതായത് ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറന്ന് എഴുന്നേൽച്ചിട്ട് ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നു. യെസ്. നെക്സ്റ്റ് വൺ പുട്ട് അപ്പ് വിത്ത്. അഗെയിൻ വന്നേക്കുവാണ്. നമ്മൾ പറഞ്ഞു ടോളറേറ്റ് എന്നാണ് മീനിങ്, അഡ്ജസ്റ്റ് അല്ലെങ്കിൽ എൻഡ്യൂർ എന്നൊക്കെ ഉള്ളത്. അടുത്തത് നോക്കാം ടേക്ക് ഓഫ്. ടേക്ക് ഓഫ് നമുക്ക് അറിയുന്നത് തന്നെയാണ് അല്ലേ. അതായത് രണ്ട് മീനിങ്സ് ഉണ്ട്. ഒന്ന് റിമൂവ് ക്ലോത്ത്, നമ്മുടെ ഡ്രസ്സ് മാറുന്നു എന്നുള്ളതിനെ ടേക്ക് ഓഫ് എന്ന് പറയും. വേറെ ഒരെണ്ണം നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളതാണ് ടേക്ക് ഓഫ് മീനിങ് ബിഗിൻ ടു ഫ്ലൈ. അതായത് ഇപ്പോൾ ഒരു പ്ലെയിൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ബേർഡ് ആയിക്കോട്ടെ പറക്കാൻ തുടങ്ങുന്നു, ആ ഒരു പറക്കുന്നു എന്നുള്ളതിനെയാണ് ടേക്ക് ഓഫ് എന്ന് പറയുന്നത്. അതൊന്ന് ശ്രദ്ധിച്ചോ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫ്രേസൽ വേർബാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, ആഫ്റ്റർ റീച്ചിങ് മൈ റൂം ഐ ടുക്ക് ഓഫ് മൈ ക്ലോത്ത് ആൻഡ് വൈറ്റ് ഷർട്ട് ആൻഡ് ഹങ് ദം അപ്പ്. ഞാൻ റൂമിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഡ്രസ്സ് മാറി, വൈറ്റ് ഷർട്ട് മാറി, എന്നിട്ടത് ഹാങ് ചെയ്തു, തൂക്കിയിട്ടു, ഹാങ്ങറിൽ ഹാങ് ചെയ്തു എന്നുള്ള മീനിങ്ങിലൊക്കെ എടുക്കാം നമുക്കത്. അപ്പോൾ ഡ്രസ്സ് മാറി, ഡ്രസ്സ് ഞാൻ മാറ്റി എന്ന് പറയാനാണ് ഇവിടെ ടേക്ക് ഓഫ് എന്ന് യൂസ് ചെയ്തേക്കുന്നത്. നമ്മൾ പറഞ്ഞു രണ്ട് മീനിങ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഡ്രസ്സ് മാറി, റിമൂവ് ക്ലോത്ത് എന്നുള്ള മീനിങ് ആണ് എടുത്തേക്കുന്നത്. നെക്സ്റ്റ് വൺ, ഐ ഹാഡ് ടു പുട്ട് അപ്പ് വിത്ത് എ ലോട്ട് ഓഫ് റാറ്റ്സ് ഹു വെർ റണ്ണിങ് അറൗണ്ട് മൈ റൂം. അപ്പോൾ എനിക്ക് എൻ്റെ റൂമിലുള്ള കുറേ റാറ്റ്സിനെയും കൂടെ അഡ്ജസ്റ്റ് ചെയ്യണം അല്ലേ, പുട്ട് അപ്പ് വിത്ത്, അതുങ്ങളെ സഹിക്കണം, ടോളറേറ്റ് ചെയ്യണം. അത് ഞാൻ പറഞ്ഞു റിപ്പീറ്റഡ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പുട്ട് അപ്പ് വിത്ത് എന്നുള്ളത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഇതെന്തായാലും പഠിക്കണം. നെക്സ്റ്റ് വൺ നോക്കാം. ഐ ലേഡ് ഡൗൺ ബട്ട് ഐ കുഡ് നോട്ട് സ്ലീപ്പ്. ഞാൻ കിടന്നു പക്ഷേ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഞാൻ ബെഡിൽ കിടന്നു, ഐ ലേഡ് ഡൗൺ എന്ന് പറയുമ്പോൾ ഞാൻ ബെഡിൽ കിടന്നു പക്ഷേ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ എന്തെങ്കിലും താഴെ വയ്ക്കുക എന്നൊരു മീനിങ് ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഉറങ്ങാൻ കിടന്നു എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്, പക്ഷേ ഉറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ബെഡിൽ കിടന്നു എന്നുള്ള സെൻസിൽ എടുക്കാം. നെക്സ്റ്റ് വൺ, ഐ ഗോട്ട് അപ്പ് ആൻഡ് വെൻറ്റ് ഔട്ട് ടു വെറാന്ത ഫോർ ലിറ്റിൽ എയർ. ഞാൻ എഴുന്നേറ്റു, ഗോട്ട് അപ്പ്, എന്നിട്ട് വരാന്തയിലേക്ക് പോയി. ബെഡിൽ നിന്ന് ഞാൻ എഴുന്നേറ്റു വരാന്തയിലേക്ക് പോയി, എന്നിട്ട് എന്തിനാണ്, കുറച്ച് കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് വരാന്തയിലേക്ക് പോയി. കണ്ടോ, ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് ഗോട്ട് അപ്പ് എന്നുള്ളതാണ് അല്ലേ. വേക്കപ്പ് ആണെങ്കിൽ ജസ്റ്റ് കണ്ണ് തുറക്കുന്നേ ഉള്ളൂ. ഇതിവിടെ എന്താണ്, വരാന്തയിലേക്ക് പോയി, ഫ്രഷ് എയർ അല്ലെങ്കിൽ ലിറ്റിൽ എയർ കിട്ടാൻ വേണ്ടി വരാന്തയിലേക്ക് പോയി എന്ന് പറയുമ്പോൾ നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നടന്ന് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താണ്, ഗെറ്റ് അപ്പ് എന്നുള്ളതാണ് വരിക. അപ്പോൾ അത് ശ്രദ്ധിക്കാം. അടുത്തത് നമുക്ക് നോക്കാം. SSLC 2021 ക്വസ്റ്റ്യൻസ് നോക്കാം. ടേൺഡ് അപ്പ്. ടേൺഡ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പിയർ, അറൈവ്, ഷോ അപ്പ് എന്നൊക്കെ പറയും. നെക്സ്റ്റ് വൺ, വെൻറ്റ് ഓൺ. വെൻറ്റ് ഓൺ മീനിങ് കണ്ടിന്യൂ, നമ്മൾ തുടർന്നു കൊണ്ടിരിക്കുക എന്നുള്ള ആ ഒരു കണ്ടിന്യൂ. ടേൺഡ് ഡൗൺ. ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ ഡിക്ലൈൻ, റിജക്റ്റ്,
എന്നൊക്കെയുള്ള മീനിങ്. അപ്പോൾ ടേൺഡ് അപ്പ് എന്ന് പറഞ്ഞാൽ അപ്പിയർ, നമ്മളവിടെ അറൈവ് ചെയ്യുക, നമ്മളവിടെ അപ്പിയർ ആവുക എന്നുള്ളൊരു മീനിങ് ആണ്. ടേൺഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഡിക്ലൈൻ ചെയ്യുക. നെഗറ്റീവ് വൺ അല്ലേ, നെഗറ്റീവായിട്ടാണ് വന്നേക്കുന്നത്. റിജക്റ്റ്, ഡിക്ലൈൻ, ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് വൺ വെൻ ഫോർ. വെൻ ഫോർ എന്ന് പറഞ്ഞാൽ ഇവിടെ മീൻ ചെയ്തേക്കുന്നത് ടു ഗോ ടു എ പ്ലേസ്, ഒരു സ്ഥലത്തേക്ക് പോയി. വെൻറ്റ് എന്ന് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഒന്ന് എവിടേക്കെങ്കിലും പോകുക എന്നുള്ളൊരു മീനിങ്ങിലാണ്. അപ്പം നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റിയതാണ് അല്ലേ. വെൻ ഫോർ എന്ന് വെച്ചാൽ ടു ഗോ ടു എ പ്ലേസ്. ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം. എ ലോട്ട് ഓഫ് പീപ്പിൾ ടേൺഡ് അപ്പ് ടു വാച്ച് ദ ഷൂട്ടിംഗ് ഓഫ് ദി ഫിലിം. കുറേ പേര് ടേൺഡ് അപ്പ് എന്ന് വെച്ചാൽ അറൈവ് ചെയ്തു അല്ലേ, അപ്പിയർ ചെയ്തു, വന്നു. ടു വാച്ച് ദ ഷൂട്ടിംഗ് ഓഫ് ദ ഫിലിം. ടേൺഡ് അപ്പ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അറൈവ്. ദ ഫിലിം ക്രൂ വെൻറ്റ് ഓൺ റിക്വസ്റ്റിംഗ് ദ പീപ്പിൾ ടു ക്ലിയർ ദി ഫീൽഡ്. ഇവിടെ വെൻറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ്, കണ്ടിന്യൂ എന്നുള്ളത് അല്ലേ, തുടർന്നു കൊണ്ടേയിരുന്നു. ആളുകളോട് അവിടെ നിന്ന് ഒന്ന് മാറാൻ ആയിട്ട് പറഞ്ഞുകൊണ്ടേയിരുന്നു. അതാണ് വെൻറ്റ് ഓൺ മീനിങ് കണ്ടിന്യൂ എന്നുള്ളതാണ്. ബട്ട് ഓൾ ദ റിക്വസ്റ്റ് വെയർ ടേൺഡ് ഡൗൺ. ടേൺ ഡൗൺ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു റിജക്റ്റഡ്, ഡിക്ലൈൻഡ് ബൈ ദ ബിഗ് ക്രൗഡ് ദാറ്റ് അസംബിൾഡ് ദെയർ. അവിടെ വന്നിരിക്കുന്ന ക്രൗഡ് ഇവർ പറഞ്ഞതൊന്നും കേട്ടില്ല. അപ്പോൾ ടേൺഡ് ഡൗൺ മീനിങ് റിജക്റ്റഡ്, ഡിക്ലൈൻഡ്. നെക്സ്റ്റ് വൺ, ബട്ട് വെൻ ദ ടൈഗർ എമേർജ്ഡ് ഫ്രം ദ കേജ് ആൻഡ് വെൻ ഫോർ ദി ക്രൗഡ് ദേ റാൻ ഫോർ ദെയർ ലൈവ്സ്. അപ്പോൾ എന്താ, ടൈഗർ കേജിൽ നിന്ന് എമേർജ് ചെയ്തപ്പോൾ, വന്നപ്പോൾ, എന്നിട്ട് എന്ത് ചെയ്തു, വെൻ ഫോർ ദി ക്രൗഡ്. വെൻ ഫോർ ദി എന്ന് ഉദ്ദേശിക്കുന്നത് ടു ഗോ ടു, അങ്ങനെ എടുക്കാം കേട്ടോ. ക്രൗഡിൻ്റെ അടുത്തേക്ക് പോയി എന്നുള്ള സെൻസിലെടുക്കാം. ദ റാൻ ഫോർ ദെയർ ലൈവ്സ്. അപ്പോൾ ആളുകൾ എന്ത് ചെയ്തു, ഓടി. കണ്ടോ ഇവിടെ വെൻ ഫോർ കണക്റ്റ് ആയേക്കുന്നത് കണ്ടോ. യെസ്. അപ്പോൾ ഇതാണ് 2021 ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇവിടെ പുട്ടപ്പ് വിത്ത് ചോദിച്ചിട്ടില്ല, പക്ഷെ ഇവിടെ ടേൺഡ് അപ്പും ടേൺഡ് ഡൗണും ചോദിച്ചിട്ടുണ്ട്, വെൻറ്റ് ഓണും വെൻ ഫോറും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം മീനിങ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കുക, പഠിക്കാം. അടുത്തത് നോക്കാം. SSLC 2020 ക്വസ്റ്റ്യൻസ് നോക്കാം. പുട്ടപ്പ് വിത്ത് അഗെയിൻ വന്നേക്കുവാണ്, അവിടെ ടോളറേറ്റ് ആണ്. പേ ഓഫ്. പേ ഓഫ് മീനിങ് ടു ബി സക്സസ്ഫുൾ. വേറൊരു മീനിങ് ഉണ്ട്, അതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. ഫിനിഷ് പേയിങ് ദ മണി യു ഔ ടു സം വൺ. നമുക്ക് ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുത്ത് തീർക്കുന്നു, അതിനെയാണ് ഇവിടെ പേ ഓഫ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഗെറ്റ് അലോങ്. ഗെറ്റ് അലോങ് എന്ന് പറഞ്ഞാൽ മേക്ക് ഫ്രണ്ട്ലി റിലേഷൻ, അല്ലെങ്കിൽ മാനേജ് എ സിറ്റുവേഷൻ. ഒരു സിറ്റുവേഷൻ നമ്മളിങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതും ഗെറ്റ് അലോങ് എന്ന് പറയും. അല്ലെങ്കിൽ ഫ്രണ്ട്ലി റിലേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും ഗെറ്റ് അലോങ്ങിൻ്റെ ആൻസറാണ്. നെക്സ്റ്റ് വൺ, എൻഡ് അപ്പ്. എൻഡ് അപ്പ് മീനിങ് ടു ബി ഇൻ എ പ്ലേസ് ഓർ സിറ്റുവേഷൻ. നമ്മളൊരു സിറ്റുവേഷനിലായിരിക്കുക, ഒരു സ്ഥലത്തായിരിക്കുക എന്നുള്ളതാണ് എൻഡ് അപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അത് ക്വസ്റ്റ്യൻസിൽ വന്നപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ആൺ ജെയിൻ തോട്ട് ജാക്ക് ആൻഡ് ജിൽ വെർ വർക്കിംഗ് ഹാർഡ് ടു ഗെറ്റ് അലോങ് വെരി വെൽ ഇൻ ദെയർ ലൈഫ്. ആൺ ജെയിൻ വിചാരിച്ചത് എന്താണ്, ജാക്കും ജില്ലും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. എന്തിനാണ്, ടു ഗെറ്റ് അലോങ് വെരി വെൽ ഇൻ ദെയർ ലൈഫ്. അപ്പോൾ ഗെറ്റ് അലോങ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാനേജ് എ സിറ്റുവേഷൻ. ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യാനായിട്ട് അവർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് ആൺ ജെയിൻ വിചാരിച്ചത്. കണ്ടോ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് മേക്ക് ഫ്രണ്ട്ലി റിലേഷൻ അല്ല, മാനേജ് എ സിറ്റുവേഷൻ എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷെ എന്നാൽ ഇവർ രണ്ടുപേരും കൂടെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ പ്രോബ്ലംസ് എല്ലാനും, അല്ലെങ്കിൽ അവർക്കുള്ള ഒരുപാട് പൈസ ചിലവുണ്ട്, അതൊക്കെ ഇവർ രണ്ടുപേരും കൂടെ വർക്ക് ചെയ്തിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സെൻസിലാണ് ഇവിടെ ഗെറ്റ് അലോങ് എന്നുള്ളത് യൂസ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് വൺ, ബട്ട് ഷീ കുഡ് നോട്ട് പുട്ട് അപ്പ് വിത്ത് ദ ഐഡിയ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് പ്ലാൻസ്. പക്ഷേ ആൺ ജെയിന് അവർ പറഞ്ഞ അവരുടെ ഇൻസ്റ്റാൾമെൻറ്റ് പ്ലാൻസ് ടോളറേറ്റ് ചെയ്യാനായിട്ട്, അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല, അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പിന്നെയും ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് വൺ, ഷീ ഗേവ് ദം എ ചെക്ക് ആൻഡ് ആസ്ക്ഡ് ദം ടു പേ ഓഫ് വൺ ഓഫ് ദെയർ ബിൽസ്. ആൺ ജെയിൻ അവർക്കൊരു ബ്ലാങ്ക് ചെക്കല്ല, ഒരു ചെക്ക് കൊടുത്തു. ബ്ലാങ്ക് ചെക്ക് കൊടുത്താൽ പറ്റില്ല, യെസ്, ഒരു ചെക്ക് കൊടുത്തു. എന്നിട്ട് എന്താ പറഞ്ഞത്, ആൻഡ് ആസ്ക്ഡ് ദം ടു പേ ഓഫ് വൺ ഓഫ് ദെയർ ബിൽസ്. എന്നിട്ട് ഒരു ബില്ലെങ്കിലും ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് പൈസ കൊടുക്കാനുള്ള ആൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്ത് തീർക്കുക. കണ്ടോ അവിടെയാണ് പേ ഓഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ പൈസ കൊടുക്കാനുള്ള ആൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കാശ് കൊടുത്തത് തീർക്കുന്നു. യെസ്, അവിടെയാണ് പേ ഓഫ് എന്നുള്ളത് പറയാം. അപ്പോൾ അതാണ് ആൺ ജെയിൻ അവരോട് പറഞ്ഞേക്കുന്നത്.
She reminded them that if they did not pay their bills, they would end up in the streets. എന്നിട്ട് ആൻജിയൻ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചു. പൈസ അടച്ചില്ല, ബിൽസ് അടച്ചില്ല എന്നാണെങ്കിൽ ദേ വുഡ് എൻഡ് അപ്പ് ഇൻ ദ സ്ട്രീറ്റ്സ്. എൻഡ് അപ്പ് എന്തെന്നാണ് പറഞ്ഞത് നമ്മൾ? ടു ബി ഇൻ എ പ്ലേസ് ഓർ സിറ്റുവേഷൻ. ഹിയർ സ്ട്രീറ്റ്സിലേക്ക് പോകേണ്ടി വരും, തെരുവിലേക്ക് പോകേണ്ടി വരും എന്നുള്ളത് അല്ലേ. ടു ബി ഇൻ സ്ട്രീറ്റ്സ് എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പൈസ കൊടുത്ത് തീർത്തില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറക്കി നിങ്ങൾ തെരുവിലാക്കും എന്നുള്ളൊരു മീനിങ് ആണ് ഇവിടെ വന്നേക്കുന്നത്. ഇനി 2019 കൂടെ നോക്കുന്നുള്ളൂ. നെക്സ്റ്റ് പാർട്ടായിട്ട് നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ ഞാൻ റിമൈനിങ് ക്വസ്റ്റ്യൻസും കൂടി ചെയ്യാം. അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു തറോ അണ്ടർസ്റ്റാൻഡിങ് ഇതിനെപ്പറ്റി കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഫ്രേസൽ വെർബ്സ് എന്ന് പറയുന്നൊരു സംഭവം നിങ്ങൾ ഒട്ടും വറീഡ് ആവണ്ട. ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഇഷ്ടമല്ലാത്തൊരു ടോപ്പിക്കാണ് ഫ്രേസൽ വെർബ്സ് എന്ന്. പക്ഷേ നമ്മൾ കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്ത് കുറച്ച് കാര്യങ്ങളുടെ മീനിങ് നമ്മൾക്ക് കണക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇത് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റിയതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഓപ്ഷൻസ് വരുമ്പോൾ നിങ്ങൾക്കത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിവിടെ വരില്ല എന്നുള്ളത് മനസ്സിലാക്കി നമുക്ക് തെറ്റാണെന്ന് തോന്നുന്നതിനെ മാറ്റി മാറ്റി കറക്റ്റിലേക്ക് എത്താനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് പഠിക്കുക, പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ഫ്രേസൽ വെർബ്സ് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മാർക്സ് 4 മാർക്സാണ് ആ ഒരു സെക്ഷന് വരുന്നത്. അത് നിങ്ങൾക്ക് കിട്ടും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അഗെയിൻ പുട്ടപ്പ് വിത്ത് വന്നേക്കുവാണ്. ഞാൻ പറഞ്ഞല്ലോ ഇമ്പോർട്ടൻ്റ് ആണ്. അഗെയിൻ അത് പുട്ടപ്പ് വിത്ത് വന്നിട്ടുണ്ട്. അടുത്ത് നോക്കാം. പുട്ട് അക്രോസ് ഓൾറെഡി പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്. എക്സ്പ്ലെയിൻ ഐഡിയ ഓർ കൺവേ. പിന്നെ ഗോ ത്രൂ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കണക്റ്റ് ആവും വേഗം അല്ലേ. എക്സ്പീരിയൻസ് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ അല്ലേ. ഞാനൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ ഗോ ത്രൂ യൂസ് ചെയ്യുന്നുണ്ട്. വേറൊരു മീനിങ് കൂടെയുണ്ട്. ഇതും നിങ്ങൾ കേട്ടിട്ടുള്ള മീനിങ് തന്നെയാണ്. റീഡ് ഓർ എക്സാമിൻ. പ്ലീസ് ഗോ ത്രൂ ദ നോട്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോട്ട്സ് തന്നിട്ടുണ്ട്, അത് ഒന്ന് വായിക്കുക എന്നുള്ള മീനിങ് ആണ് അല്ലേ. റീഡ്, എക്സാമിൻ എന്നൊക്കെ പറയുമ്പോൾ വായിക്കുക എന്നൊക്കെയാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഗോ ത്രൂവിൻ്റെ 2 മീനിങ്സ് ഇവിടെ പറയുന്നുണ്ട്. എക്സ്പീരിയൻസ് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, പിന്നെന്താണ് റീഡ് ഓർ എക്സാമിൻ, വായിക്കുക എന്നുള്ള മീനിങ്. നെക്സ്റ്റ് വൺ മേക്ക് ഔട്ട്. മേക്ക് ഔട്ട് എന്ന് നമുക്ക് എപ്പോഴും വരാറുള്ളത് അണ്ടർസ്റ്റാൻഡ് എന്നൊരു മീനിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ മിക്ക ഫ്രേസൽ വെർബ്സിനും വേറെ മീനിങ്സ് ഉണ്ട്. പക്ഷേ നമുക്കെപ്പോഴും ചോദിക്കാറുള്ളത് ഏത് മീനിങ്സ് ആണെന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വായിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ചോദിക്കാറുള്ള മീനിങ്സ് ആണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇതിന് പല മീനിങ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു ഫ്രേസൽ വെർബ് എടുത്തു കഴിഞ്ഞാൽ അതിന് ഒരുപാട് ടൈപ്പ് ഓഫ് മീനിങ്സ് വരും. പക്ഷേ എല്ലാം നോക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക, അത്രയും ചെയ്താൽ മതി. അപ്പോൾ നോക്കാം. മേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ. മനസ്സിലാക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം. വാങ്ക ട്രൈഡ് ഹിസ് ലെവൽ ബെസ്റ്റ് ടു പുട്ട് അപ്പ് വിത്ത് ദ ടോർച്ചർ ഹിസ് മാസ്റ്റർ ഹാഡ് ഇൻഫ്ലിക്റ്റഡ് ഓൺ ഹിം. ഇവിടെയും ടോളറേറ്റ് ആണ് വാങ്ക. കോച്ചല്ല, ഓക്കെ, മാസ്റ്ററിൻ്റെ ടോർച്ചർ ടോളറേറ്റ് ചെയ്യാനായിട്ട് ബെസ്റ്റായിട്ട് അയാളുടെ ലെവൽ ബെസ്റ്റിൽ ട്രൈ ചെയ്തു. നെക്സ്റ്റ് വൺ, ഹി ട്രൈഡ് ടു പുട്ട് അക്രോസ് ദിസ് ടു അതർ അപ്രൻറ്റൈസസ് അല്ലേ. വാങ്ക മറ്റുള്ളവരോട് ഇത് കൺവേ ചെയ്യാനായിട്ട് ട്രൈ ചെയ്തു. പുട്ട് അക്രോസ് മീനിങ് നമ്മൾ പറഞ്ഞു കൺവേ, എക്സ്പ്ലെയിൻ, കമ്മ്യൂണിക്കേറ്റ്, പറഞ്ഞു എന്നുള്ളതാണ്. ഓൾറെഡി നമ്മൾ കണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇത് റിപ്പീറ്റഡ് ആണ്. നെക്സ്റ്റ് വൺ നോക്കാം. ദെൻ ഹി ഡിസൈഡഡ് ടു റൈറ്റ് എ ലെറ്റർ ടു ഹിസ് ഗ്രാൻഡ് ഫാദർ, ഹോപ്പ് ഹി വുഡ് ഗോ ത്രൂ ദ ലെറ്റർ. ഗോ ത്രൂ എന്ന് പറഞ്ഞാൽ റീഡ് ദ ലെറ്റർ. കണ്ടോ, ലെറ്റർ എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ലെറ്റർ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വേഗം ഗോ ത്രൂ എന്നുള്ളത് റീഡ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസർ ചെയ്യാം അല്ലേ. ഗോ ത്രൂ ദ ലെറ്റർ മീനിങ് റീഡ് ദ ലെറ്റർ. ആൻഡ് മേക്ക് ഔട്ട് ദ ട്രബിൾസ് വാങ്ക വാസ് ഫേസിങ്. മേക്ക് ഔട്ട് മീനിങ് അണ്ടർസ്റ്റാൻഡ് ദ ട്രബിൾസ് വാങ്ക വാസ് ഫേസിങ്. ഗ്രാൻഡ് ഫാദർ ലെറ്റർ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാൻഡ് ഫാദറിന് മേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കാനായിട്ട് പറ്റും. വാങ്ക എന്തൊക്കെ ട്രബിൾസിലൂടെ കടന്നു പോകണമെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഇത് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ. കണ്ടോ, അപ്പം ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ഒരു സെൻറ്റൻസിൽ തന്നെ 2 ഫ്രേസൽ വെർബ്സ് വന്നിട്ടുണ്ട്. പക്ഷേ ഈസി ആയിട്ട് നമുക്കത് എഴുതാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഫ്രേസൽ വെർബ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇനിയുണ്ട്, ഞാൻ പറഞ്ഞല്ലോ
2015 തുടങ്ങി 2018 വരെയുള്ള ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പം നിങ്ങൾക്ക് പാർട്ട് 2 വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത് മനസ്സിലായെന്ന് കമൻറ്റ് ചെയ്യുക. ഏതെങ്കിലും ക്വസ്റ്റ്യൻസിലോ ഏതെങ്കിലും ഒരു ഫ്രേസൽ വെർബ് സംശയമുണ്ട് എന്നാണെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതെല്ലാവരും കാണുക, നന്നായിട്ട് പഠിക്കുക. ഫ്രേസൽ വെർബ്സ് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. താങ്ക് യു.